ഞങ്ങളപ്പം ഇന്ന് ഒപ്പിട്ടില്ലെങ്കിൽ ഈ കൗൺസിൽ ഇല്ല എന്നൊരു കോടതി ബാധിക്കും. അപ്പോൾ ഒപ്പിടാൻ വേണ്ടി നമ്മുടെ കൗൺസിലേഴ്സ് ഞാൻ അവിടെ ഒപ്പിട്ട് തുടങ്ങിയപ്പോൾ അവിടെ നിന്ന് പാഞ്ഞു വന്ന ചെമ്പരത്തി ഉദയൻ കൗൺസിലേഴ്സിനെ കയറി പിടിക്കുകയും എന്നെ കിട്ടാത്തതുകൊണ്ട് അനന്ത ചേച്ചി അടക്കം ജഗസിയും അടക്കമുള്ള ആൾക്കാരോട് കയറി പിടിച്ചു വരികയും കള്ളം പറയേണ്ട ആവശ്യമില്ല. നമുക്ക് BJP-ക്കാരെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പക്ഷെ ഇങ്ങനെ അവിടുത്തെ കൗൺസിലേഴ്സിനെ ആൾക്കാർ ബുക്കെല്ലാം വലിച്ചെടുത്തോണ്ട് പോയി സ്വന്തമായിട്ട് സംവിധാനം അവരെ കൊണ്ട് പറ്റത്തില്ല. അവരൊക്കെ ആരായാലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചേർന്നാണ്. ഇവരൊക്കെയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചേർന്നത്. ഗൂഢാലോചന LDF UDF കൂടെ നടത്തിയതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒപ്പിട്ടുണ്ട്. കൗണ്ടർ കാളിൽ നിന്ന് പോകുന്നപ്പോൾ ഞങ്ങൾക്ക് ഒപ്പിടണം. ആ അവകാശത്തെയാണ് ശബരിനാഥ് തടഞ്ഞു വെച്ചത്. ആ തടഞ്ഞു വെച്ച് എനിക്ക് ചോദ്യം ചെയ്യാൻ പറ്റുമല്ലോ. എനിക്ക് ഒപ്പിടണ്ടേ? ആ ഒപ്പിടുമ്പോൾ ചോദിച്ചോ മിനിസ്റ്റർക്ക് തന്നാ പോലെ. മൂന്ന് പ്രാവശ്യം കാപ്പ കേസിൽ പ്രതിയായ ഒരാൾ, 19 ക്രിമിനൽ കേസിൽ പ്രതിയായ ഒരാൾ, ഇപ്പോൾ അവസാനം കാപ്പ കേസ് ചുമത്തി അദ്ദേഹത്തിന് സുഗതനെ ഇവിടെ നിന്നും വിയ്യൂർ ജയിലിലോട്ട് മാറ്റി ജയിലിലാണ് ഇപ്പോൾ. അങ്ങനെയുള്ള കാപ്പ കേസിലെ പ്രതി സത്യപ്രതിജ്ഞാ ലംഘനവും നടത്തിയിരിക്കുകയാണ്. അങ്ങനെയുള്ള കാപ്പ കേസ് പ്രതിയെ ഒരു കാരണവശാലും ഈ കൗൺസിലിൽ നിന്ന് ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല, പുറത്താക്കണം എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെട്ടത്. അങ്ങനെയാണ് ഞങ്ങൾ സമരം തുടങ്ങിയത്. വളരെ ജനാധിപത്യപരമായി നടത്തിയ സമരമാണ്. ആ സമരം ഒരു ദിവസം സാധാരണഗതിയിൽ നടത്താറുള്ളത് പോലെ മേയറുടെ ഓഫീസിന്റെ മുന്നിൽ അവിടെയും ജനാധിപത്യപരമായി മാത്രം അവിടെ നിന്ന് ഈ മീഡിയക്കാരും പോലീസും കണ്ടതാണ്. അങ്ങനെ വളരെ മര്യാദയ്ക്ക് നടത്തിക്കൊണ്ടിരുന്ന സമരം അതുവഴി യാത്രക്കാരും കൗൺസിലർമാരും ചെയർപേഴ്സന്മാരും എല്ലാവരും യഥേഷ്ടം കടന്നു പോകാനുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ടാണ് ഞങ്ങൾ അന്ന് ഈ സമരം നടത്തിയത്. പക്ഷേ നിർഭാഗ്യവശാൽ